ആകാൻ കാരണമാകുന്നു. എന്താണ് ഈ 2 കൊല്ലത്തെ പാല്? ഇന്ന് ചമ്മ പാല് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇതിൽ ഗ്ലാമർ അല്ല, ഗ്ലാമർ പോകുന്നു, തൊലിയുടെ കളറ് ഒന്നും ആന്നില്ല അല്ലേ? ഇപ്പൊ നിങ്ങ പാല് കൊടുക്കുന്നില്ല, ചന്ത പോകുന്നത്. നിങ്ങ വയസ്സായിട്ടമ്മ മക്ക ഉമ്മ ചന്ത ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വിളിച്ചോണ്ട് പോകുന്നില്ല, പെഞ്ഞേരെ വിളിച്ചോണ്ട് സീത പോന്നെ. ഉമ്മ ഇന്നെങ്കിൽ വേണ്ട, അങ്ങനെ ഇതിന്റെ കടത്തിന് കടം. അങ്ങനെയാണ് 2 കൊല്ലം മനോഹരമായി, ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 കൊല്ലം. ഈ 2 കൊല്ലക്കാലം അതുകൊണ്ടൊന്നും ചന്ത പോകുന്നില്ല. എന്ത് ചന്ത? ഇപ്പൊ അങ്ങനെയാണ്. ചന്താന്ന് പറഞ്ഞെങ്കിൽ എന്ത് ഇടാൻ റെഡി അല്ലെ? എന്ത് സാധനം, എന്തെല്ലാം ഓരോരുത്തർ, ആൺമക്കളും പെൺമക്കളും ബാലക്കാരും ബാലക്കാരത്തിയും. ബാലക്കാരത്തിയായും തൊന്തരില്ല ഉട. ഈ ഒരു 40 ഏജ് കഴിഞ്ഞ ആണുങ്ങളെയും പെണ്ണുങ്ങളെയാണ് സതിക്കാൻ കഴിയാത്തത്. ഓരോ മോഡലല്ല കണ്ടെങ്കിൽ അല്ലേ? അല്ല കെട്ടപ്പിൽ ഇതല്ല ടിപ് ടോപ്പ് എല്ലാം ആയിട്ട് 40 വയസ്സ് കഴിയുമ്പോ പിന്നെ ആശ, പിന്നെ വയസ്സും സരിചൊന്നില്ല. ഈ 40 വയസ്സ് കഴിയുമ്പോ പിന്നെ ആശ കൂടിയോണ്ട് പോലെ. സ്വത്തുക്കും അങ്ങനെ, സ്വത്തിലും അങ്ങനെ. ചെറുപ്പത്തിൽ വലിയ ഇപ്പൊ നോക്ക്, സദക്ക ചെയ്യുന്നവർ കൂടുതലും ബാല്യക്കാരാണ്. വയസ്സ് കൂടുന്തോറും ആശ കൂടിക്കൊണ്ടുപോവാൻ. വയസ്സന്മാർക്ക് അക്കിഞ്ചലേസന്മാരല്ലോ എടുത്തോർ നല്ല മനുഷ്യന്മാർ, എടുത്തോറല്ലോ സദക്ക ചോദിച്ചതിനെ കാട്ടി ഏറെ തരുന്ന ആൾക്കാരാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചില സ്ഥലത്തെല്ലാം അങ്ങനെയാണ്. വയസ്സ് കൂടുന്തോറും ആശ. നിങ്ങൾ വയസ്സായ ഉമ്മാട് കെട്ടു നോക്ക്, ഉമ്മ നിക്ക് നല്ലൊരു 5 പൗണ്ട് മാല എടുത്ത് തരട്ടാ. വേണ്ട നക്കെന്ത് മാല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് നോക്ക്. 5 പൗണ്ടത് വെക്ക്, 3 പൗണ്ടത് വെക്ക്. ഉമ്മകേതാവും നക്ക് വേണ്ട, എടുക്കരെങ്കിൽ ഇതേക്കട്ടെ. ഏത് ആശയാണ്. തെറ്റെന്നൊന്നും പറയുന്നില്ല, അവർക്ക് ഫണ്ടിടാൻ കഴിഞ്ഞിട്ടില്ല. മക്കളതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ്. ഉമ്മാടെ അടുത്തിരുന്നിട്ട് ഉമ്മാട് ചോദിക്കണം, ഉമ്മ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ പറയണം, ഞാനത് പൂർത്തിയാക്കി തരാം. പറയുക മാത്രല്ല ചെയ്യും വേണം. ചില അങ്ങനെയുണ്ട്, ചെന്നെ മാത്രം എന്തു ആക്കി കൊടുക്കുന്ന പഞ്ചാധികയിൽ. പിന്നെ കിട്ട ഉസ്താദ്, പിന്നെ ലാസ്റ്റിന് കബൂറിനോട് കിട്ടുള്ളൂ. ലാസ്റ്റ് കിട്ടുന്ന ആ രൂപത്തിലാവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടാനാണ്? ഹറാമുകളൊന്നും തിന്നാതെ സാറ ഉമ്മാന്റെ 1ാമത്തെ മകനെയാണ് ഹറാമായ പന്നിയിറച്ചി തിന്നാൻ പറഞ്ഞിട്ട് തിന്നുന്നില്ല. അല്ലാഹു ഹറാമാക്കിയത് ഞാൻ തിന്നുന്നില്ല. അങ്ങനെയാ ഫഖതലഹു ളുവൻഹുവാ. ആദ്യം 2 കൈ മുറിക്കുകയാണ്. ജീവനോടെ 2 കൈ മുറിക്കുന്നു, പിന്നെ 2 കാല് മുറിക്കുന്നു, പിന്നെ ഓരോ അവയവങ്ങൾ കഷ്ണമായി മുറിക്കുകയാണ്. 1ാമത്തെ മകൻ അങ്ങനെ മരിച്ചു പോകുന്നു. 2ാമത്തവനോട് പറഞ്ഞു, നീ തിന്നണം, നിന്റെ ജ്യേഷ്ഠനെ മുറിച്ചു കളഞ്ഞത് കണ്ടില്ലേ? അവരും പറഞ്ഞു, ഹറാമാക്കിയത് ഞാൻ തിന്നുന്നില്ല. അവനെ എണ്ണ തിളപ്പിച്ച് എണ്ണയിലേക്കിട്ട് അവനെ ചുട്ടുകൊല്ലുന്നു. 3ാമത്തെ മകനോട് ചോദിക്കുകയാ, നീ തിന്നണമെന്ന് പറയുമ്പോ രാജാവിനോട് നല്ല കടുപ്പത്തിൽ പറഞ്ഞു. ധിക്കാരത്തിന്റെ വാക്കിലൂടെ, കടുപ്പത്തിലൂടെ ആ പൊന്നുമോന് സംസാരിച്ചപ്പോ ആ രാജാവ് പറയുന്നു, ഇവൻ എന്തിനാണ് എന്നെ പറഞ്ഞത്? ഇവൻ എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചത്? ഇവൻ എന്തിനാണ് എന്നെ ആക്ഷേപിച്ചതെന്നറിയോ? ഇവനെ ഒറ്റയടിക്ക് കൊല്ലാനാണ്. ദേഷ്യം വരുമ്പോ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുമെന്ന് കരുതിയിട്ടാണ് ഇവൻ എന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇവനെ വിടാൻ പോകുന്നില്ല. ഏറ്റവും കടുപ്പമേറിയ ശിക്ഷയെന്തോ അതിവന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇന്നും ഇന്നലകളും തുടങ്ങിയതല്ല. ഈ ഇസ്ലാമിന്റെ ശത്രുക്കള് അന്ന് ബാബരി പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചരിയിൽ ജിഷ്ടിയിൽ അജ്മീരി മഹാനായ മഹാനവരുകളുടെ ദർഗയുടെ ആ ഒരു ആശപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം ഇവരുടെ പരാജയത്തിലേക്കുള്ള ഏറ്റവും വലിയ തുടക്കമാണ്. ഇന്ത്യയുടെ സുൽത്താനായിട്ട് ഹബീബ് തങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ള അജ്മീർ ഖാജ തങ്ങളുണ്ടല്ലോ, ആ മഹാനുഭാവരെ തൊട്ട് കളിച്ചു കൊണ്ടിട്ടുള്ള ഇവരുടെ കളി ഇതിവരുടെ അവസാനത്തെ കളിയോടടുത്ത കളിയാണ്. അതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഏതൊരു കാര്യത്തിലാണോ രംഗപ്രവേശനം ചെയ്ത് പുറപ്പെട്ടു
വരുന്നത്. മുസ്ലിമീങ്ങളുടെ കാവൽക്കാർ ഇവിടെ രാഷ്ട്രീയക്കാരല്ല, മുസ്ലിമീങ്ങളെ ഏറ്റെടുക്കുന്നത് ഇവിടെ രാജകീയ പക്ഷക്കാരല്ല, ഖാലിഖായ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ് മുസ്ലിം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനാണ് മുസ്ലിം. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ള ആയുസ്സുകാലം ജീവിക്കുക തന്നെ ചെയ്യും. ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും ആയുസ് തീർന്നാൽ മരിക്കുക തന്നെ ചെയ്യും. അതിലൊരു പേടിയും പേടിക്കേണ്ടതില്ല, അതിലൊരു ഭയപ്പാടും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇതെല്ലാം പടച്ചു പരിപാലിക്കുന്ന റബ്ബ് താല നോക്കുന്നുണ്ടല്ലോ, അവൻ കാണുന്നുണ്ടല്ലോ. മൂന്നാമത്തെ പൊന്നുമോനെ എങ്ങനെയാ കൊല്ലുന്നതെന്നറിയോ? പച്ചയോടെ തൊലിയുരിക്കുകയാണ്. അറുത്താടിന്റെ തൊലി ഊരുന്ന പോലെ പച്ചയോടെ തൊലിയുരിച്ചു കൊന്നുകളയുകയാ. അങ്ങനെ 7 മക്കളെയും കൊന്നുകളഞ്ഞു. 7 മക്കളെയും അവസാനത്തെ ചെറിയ മോനോട് പറഞ്ഞു, മോനെ നീ തിന്നണം, നീ തിന്നാ നീയും നിന്റെ ഉമ്മയും രക്ഷപ്പെടും. ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ നാളെ മഹ്ശറയിൽ എന്റെ 6 മക്കളുടെ കൂടെയല്ലാതെ നിന്നെ കണ്ടുപോകരുത്. എന്റെ 6 മക്കളും ഇവിടെ വെച്ച് ഷഹീദായി മരിച്ചുപോയല്ലോ. എന്റെ 6 മക്കളുടെ കൂടെയല്ലാതെ പൊന്നുമോനെ നിന്നെ ഞാൻ മഹ്ശറയിൽ കണ്ടുപോകരുത്. നീ എന്റെ 6 മക്കളുടെ കൂടെ എനിക്ക് മഹ്ശറയിൽ കണ്ടുമുട്ടണം. പറഞ്ഞപാട് ഉമ്മാന്റെ വാക്ക് കേട്ട പിഞ്ചു പൈതൽ പോയിട്ട് പറയുന്നു, ഇല്ല, അല്ലാഹു ഹറാമാക്കിയത് എനിക്ക് വേണ്ട. ആ പൊന്നുമോനെയും ആ പിഞ്ചു പൈതലിനെയും കൊന്നുകളഞ്ഞു, ആ ഉമ്മാനെയും കൊന്നുകളഞ്ഞു. ഇത്രയൊക്കെയാണ്. എന്താണ് ഒരൊറ്റ ദിവസത്തിൽ ഉമ്മയും 7 മക്കളും ലോകത്തോട് വിട പറയുകയാണ്. അബു അബ്ദുല്ലാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഇടങ്ങേറ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ബുദ്ധിമുട്ടാണ്? നമ്മുടെ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടാണ്? നമുക്കൊരു കടം വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഒരു ഷുഗർ വരുമ്പോ, ഇപ്പൊ അങ്ങനെയാണ് ചില ആളുകള് ഷുഗർ വന്നെങ്കിൽ ഉസ്താദ് ഷുഗർ വന്നെങ്കിൽ എല്ലാത്തിനും ഒരുത്ത കരയുന്ന കരച്ചില് കാണുമ്പോ ഞാൻ തിരിച്ചു എന്റെ കിഡ്നി ലിവർ എല്ലാം പോയി ഇപ്പൊ പൈസക്കാരായെങ്കിലും അല്ലെങ്കിൽ പക്ഷെ ഫോഷല്ല അതിന്റെ അടയാളാണ് ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെ. പബ്ലിക്കിൽ വിട്ട് ചപ്പ ചായ എന്ന് പറയുമ്പോ ഒരു ഗമ അല്ലെ, എല്ലാവരും ഇടയിൽ എല്ലാവരും മധുരം കുടിക്കുമ്പോ ചപ്പ എന്ന് പറയുന്നൊരു ഒരു അത്ര കണ്ടാ മതി. ഷുഗർ വന്നിട്ട് എന്തായിട്ടില്ല. എന്റെ അറിവിലുണ്ട് 25 കൊല്ലായി 300 മറ്റേ ഷുഗർ ഉണ്ട്. എല്ലാത്തിനും നിന്ന് അയാൾ മരിക്കുന്നതിന് പിന്നല്ല തിന്നിട്ടേ മരിക്കാന്നാ എന്റെ ആശയെന്ന് അയാൾ പറയും. അതിന്റെ അർത്ഥം നിങ്ങളെ ഭാര്യ വലിച്ചു തിന്നി നല്ല ചെല്ലേ ഉസ്താദ് ചെല്ല ഉസ്താദ് ചൊന്നത് കേട്ടിട്ടില്ലേ? മണിപ്പാട്ടി വെക്കണ്ട നക്ക് താവലതല്ലോ. അങ്ങനെ ആക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പിന്നെ കൊടക്കനാട്ടിയാറെ പേടിക്കും വേണ്ട. ചിലർക്ക് അങ്ങനെയുണ്ട്. അത് ശീത്ത, ഇത് അലർജി, അത് ഗാസ്ട്രിക്. ഇത് ഇങ്ങനെ നോക്കിയെങ്കിൽ എന്തു തിന്നോകില്ല അല്ലെ ജീവിതത്തിൽ. അങ്ങനെ ഉണ്ട്. തിന്നുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ശീതഫലം ഉഷ്ണഫലം രണ്ടും മിക്സ് ചെയ്തിട്ടാണ് തിന്നല്. ശീതാകുന്നതും ആകാത്തതും രണ്ടും തമ്മിൽ ഒരുമിച്ച് കൊണ്ടൊക്കെയായിരുന്നു പലപ്പോഴും തിന്നാറുള്ളത്. അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഹീട്ടാകുന്ന ഫുഡ് കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബോഡി തണുപ്പിക്കുന്ന ഫുഡുകളുണ്ട്, അത് കഴിക്കുക. അങ്ങനെയൊക്കെ രണ്ടും മിശ്രമായിട്ട് പിന്നെ കുറച്ച് തിന്നെങ്കിൽ എന്ത് തിന്നെങ്കിൽ എന്തുവാന്നില്ല. ഇത് കിട്ടുന്നതല്ലേ വേറെ ആങ്ങൾക്ക് കാശ് കൊടുക്കൊണ്ടില്ല, ഫ്രീ ഉണ്ടോന്നും പറഞ്ഞിട്ട് എടുത്ത് തിന്നെങ്കിലാണ് പ്രശ്നമുള്ളത്. കുറച്ചല്ല തിന്നെങ്കിൽ ഈ കുറച്ച് നല്ല മെഷീൻ്റെ ഇടയ്ക്ക് ഒരാൾ കേട്ട് തിന്നുമ്പോ വായിലിട്ട് ചവക്കുമ്പോ തെൽത്തെല്ലിട്ട് ചവച്ചെങ്ങമയ്യാവാ തെൽത്തെല്ല് ചവച്ചിട്ട് മിങ്ങിയോണ്ടുണ്ടെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ? ആ രൂപത്തിലാകാൻ പാടുള്ളതല്ല. നമ്മുടെ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളല്ല, നമ്മുടെ കടങ്ങൾ വലിയ കടങ്ങളല്ല, നമ്മുടെ ഇടങ്ങേറുകൾ വലിയ ഇടങ്ങേറുകളല്ല. നമുക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു മതിയില്ലേ, റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തില്ലേ? തീർച്ചയാണ്. ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരില്ല, ബേജാറില്ലാത്തവരില്ല, സങ്കടമില്ലാത്തവരില്ല. എല്ലാവർക്കും അവരവരുടെ സങ്കടമാണ് വലുത്, അവനവന്റെ രോഗമാണ് വലുത്, അവനവന്റെ പ്രയാസമാണ് വലുത്. അതുകൊണ്ട് നീ ആരെയും ചെറുതാക്കണ്ട, നീ ആരെയും നിസാരപ്പെടുത്തണ്ട, നീ ആരെയും കരയിച്ചു പോകണ്ട. ഒരാളുടെയും മനസ്സിന്റെ ആവശ്യങ്ങളും മനസ്സിന്റെ കാര്യങ്ങളും അറിയാത്തവരാണ് നമ്മൾ.
ഓരോരുത്തന്റെയും മനസ്സിൽ തീരാത്ത പ്രശ്നങ്ങൾ അലടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അല്ലാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ നീക്കി റാഹത്ത് നൽകണം അല്ലാഹ്. നമ്മൾ മുത്തുമുമ്മിനീങ്ങളെ നമ്മൾ നന്മ ചെയ്താൽ അല്ലാഹുവിന് ഇഷ്ടമാവുകയും അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സംശയം വേണ്ട. നന്മ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട്ടിലെത്തുമ്പോ ഏറ്റവും നല്ല നന്മ ഭാര്യയോട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണ് ഏറ്റവും നന്മ. ടൗണിൽ കണ്ട എല്ലാ ഇഞ്ഞാറോടും പുഞ്ചിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് സഫ്വാൻ തങ്ങളവരുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നു. ബിബറകത്തി ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങളവരുകൾ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദൂരീകരിച്ച് റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ബിൻ ഖാലിദ് തങ്ങൾ പറയുന്നു, അഹ്മദ് ബിൻ ഖളറവൈഹി തങ്ങളവരുകൾ ഖുറാസാനിൽ ജീവിച്ച ഏകദേശം 95 വയസ്സോളം ജീവിച്ച വലിയ മഹാന. എല്ലാവരും സദസ്സിലിരിക്കുക. തങ്ങളുടെ ദുആയും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൊണ്ട് നമുക്ക് പരിപാടി പിരിച്ചുവിടാം. എല്ലാവരും ഇരുന്ന് സഹകരിക്കുക. ദൂരത്തുള്ള ആളുകളൊക്കെ ഒന്ന് വന്ന് അടുത്തിരുത്താൻ സംഘാടകർ ശ്രദ്ധിക്കുക. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സക്കറാത്തിന്റെ വേളയോടടുക്കുമ്പോ, മരിക്കാൻ നിൽക്കുന്ന നേരത്ത് ഒരു മസ്അല ചോദിക്കുമ്പോ മഹാനവരുകൾ പറയുന്നു, ഞാൻ ഒരുപാട് കൊല്ലമായൊരു വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ള വാതിൽ തുറക്കാൻ സമയമായി. ഞാൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്നെനിക്കറിയാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്? അപ്പോഴാ മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് കടം വാങ്ങാൻ ആളുകൾ വന്നു. കടമുണ്ട്. ആ മഹാൻ അവരുകൾക്ക് കടമുണ്ട്. അഹ്മദ് ബിൻ ഖളറവൈഹി തങ്ങൾക്ക് കടമുണ്ട്. 700 ദീനാർ കടമുണ്ട്. കടക്കാർ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കടം വീട്ടിയിട്ടാകണം നിങ്ങൾ. ഞങ്ങൾ പൊരുത്തപ്പെടൂല. ഞങ്ങളുടെ കടം ഞങ്ങൾ പൊരുത്തപ്പെടൂല. ആ സമയത്ത് മഹാനവരുകൾ കൈ ഉയർത്തിയിട്ട്, റബ്ബേ അല്ലാഹുവേ, എന്റെ കടം വീട്ടാൻ കഴിവുള്ള റബ്ബേ വഴിയൊരുക്കിത്ത അല്ലാഹ്. പറഞ്ഞു നിർത്തണ്ട താമസം ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. അഹ്മദ് ബിൻ ഖളറവൈഹിയുടെ വീടല്ലേ ഇത്? ആരൊക്കെയാണ് കടം കിട്ടാനുള്ളത്? ആർക്കൊക്കെയാണ് അഹ്മദ് ബിൻ ഖളറവൈഹി പണം തരാനുള്ളത്? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കടങ്ങളെ 700 ദീനാർ കടം കൊടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തിന് കടമാക്കിയതാണ്? അല്ല മഹാനെ, കടത്തിന്റെ ഭവിഷ്യത്തറിയാലോ, കടമായാൽ അതിൽ ബുദ്ധിമുട്ടറിയാലോ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ നിങ്ങൾ എന്തിന് 700 ദീനാർ കടമാക്കി എന്ന് ചോദിക്കുമ്പോ അഹ്മദ് ബിൻ ഖളറവൈഹി തങ്ങൾ പറയുന്നു, ഞാൻ അടിച്ചു പൊളിക്കാൻ കടമാക്കിയതല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പാവപ്പെട്ടവരുടെ വയറ് നിറക്കാൻ ഞാൻ കടമാക്കിയതാണ്. അതിൽ ഒന്നും ഞാൻ തിന്നിട്ടില്ല. പാവപ്പെട്ടവരുടെ വയറ് നിറക്കാൻ വേണ്ടി 700 ദീനാർ കടമാക്കിയ മഹാനവരുകൾ. അങ്ങനെ ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നന്മ ചെയ്ത ആളുകൾ ഓരോ സെക്കൻഡുകളും അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു തവണ പറഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിലൊരു മരം നടപ്പെടുമെന്നാണ്. ഒരു സ്വർഗത്തിൽ മരം നടപ്പെടാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് സ്വർഗത്തിലൊരു മരം നടപ്പെടാൻ മതിയാകുമാർ. അങ്ങനെയാണ്. സമയം അത്ഭുതമാണ്. ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല സങ്കടം ഫീ ഫവാത്തിൽ വഖ്ത്, എനിക്ക് സമയം നഷ്ടപ്പെടുകയാണ്. എപ്പോ ഭക്ഷണം തിന്നുമ്പോ എന്റെ സമയം നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ബേജാറാണ്. ഇരുന്ന് കരയുകയാണ്, എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ.
സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവർ, അനാവശ്യ ചർച്ചകളിൽ ഇടപെടുന്നവർ, നാട്ടിന്റെ തിന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി പോപ്പ് കൂട്ടുന്നവർ, ഭക്ഷണം തിന്നിട്ട് റാസിമാമ് തങ്ങളവരുകൾ കരഞ്ഞില്ലേ, എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ അത്ഭുതമാണ്. സദഖ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ധാരാളം സദഖ ചെയ്തോ, ജീവിതത്തിൽ നന്മയുണ്ടാക്കിക്കോ, കുടുംബത്തിനോട് നന്മ ചെയ്തോ. നിന്റെ ഭാര്യ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ആണുങ്ങളോടൊന്ന് പറയുന്നു, മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ, അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, അവരുടെ തീരാത്ത പ്രശ്നങ്ങൾ ഇരുന്ന് കേൾക്കാൻ ഭർത്താവായവൻ മനസ്സ് കാണിക്കണം. കച്ചവടത്തിന്റെ തിരക്കാകാം, ജോലിയുടെ ടെൻഷനുകളാകാം, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അവളുടെ മുഖം നോക്കി ഒന്ന് ചിരിക്കാൻ, അവളുടെ കൂടെ മൊബൈൽ താഴെ വെച്ചൊരമണിക്കൂർ സംസാരിക്കാൻ, അവളുടെ വിഷമങ്ങൾ കേൾക്കാൻ, ആഗ്രഹങ്ങൾ കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം കൊടുക്കേണ്ടി വരും, വലിയ ത്യാഗം ചെയ്യേണ്ടി വരും, വലിയ ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഭാര്യക്ക് പണം കൊടുത്താ പോരാ, ഭക്ഷണം കൊടുത്താ പോരാ, വീട് കൊടുത്താ പോരാ. ഭാര്യമാർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, കെയറിംഗ് ആണ്, നിങ്ങളുടെ തലോടലാണ്, നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ സൗഹാർദ്ദമാണ്, നിങ്ങളുടെ പുഞ്ചിരിയാണ്, അവരോടുള്ള ഇഷ്ടമാണ്. ഇത് നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കാതെ കൊട്ടാര സമാനമായ വീടുകൾ, വലിയ വലിയ ആഡംബരങ്ങൾ, ഇതേതുകൊണ്ടും അവൾ പൊരുത്തപ്പെടുന്നവളല്ല. പെണ്ണിന്റെ അനുസരിച്ചിട്ടുള്ള മനസ്സ് വായിക്കാൻ ആണായവർ തയ്യാറാകണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. ഉമ്മയെയും ഉപ്പയെയും മറന്നു പോകരുത്. മരിച്ചുപോയ ഉമ്മ, മരിച്ചുപോയ ഉപ്പ, തോട്ടം ബാക്കി വെച്ചു പോയവർ, കെട്ടിടം ബാക്കി വെച്ചു പോയവർ, പറമ്പ് ബാക്കി വെച്ചു പോയവർ, നമുക്ക് വിദ്യാഭ്യാസം നൽകിയവർ, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവർ, നമുക്ക് വേണ്ടി അധ്വാനിച്ചവർ, പട്ടിണി കടന്ന ഉമ്മ, പട്ടിണി കടന്ന ഉപ്പ, അവരെല്ലാം മറന്നു പോകരുത്. അവർക്ക് വേണ്ടിയിട്ട് ഈ സയ്യിദിനെ ഇരുത്തിയിട്ട് ശംസുലുലമാ നഗറിൽ വെച്ചിട്ട് വറക്കൽ തങ്ങളുടെ വേദികയിൽ ഇരുന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഖബറാളികൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുപോലെ ഇവിടെ കിടക്കാനുള്ളവരാണ്, ഈ പള്ളിമുറ്റത്ത് കിടക്കാനുള്ളവരാണ്. ഈ പള്ളിയുടെ മുറ്റത്ത്, ഇവിടെ ഈ മദ്രസയുടെ മുറ്റം അൽ ഫലാഹ് കൂട്ടായ്മ മനോഹരമാക്കി തന്നില്ലയോ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് അങ്ങോട്ടുള്ള വഴിയും ഈ ഒരു നല്ല മനോഹരമായ മജ്ലിസും സന്തോഷമാക്കി തന്നു. നമ്മുടെ SKSSFന്റെ യുവാക്കള്, വിഖായയുടെ പ്രവർത്തകർ, നന്മയുടെ വക്താക്കള്, സൗജന്യമായി ഖബർ കുഴിച്ചു കൊടുക്കുന്നവർ, സൗജന്യമായി പരിസര പ്രദേശങ്ങളിൽ അപകടമുണ്ടായപ്പോ ജീവൻ പണയം വെച്ച് ത്യാഗം ചെയ്തവർ, ഇവിടുത്തെ വിഖായയുടെ പ്രവർത്തകർ, അടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം ഇവിടെ നമ്മളൊക്കെ അറിഞ്ഞവരാണ്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. എടുത്തു പറയേണ്ടത് ഖബർ കുഴിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, ഓടിയെത്തുന്നുണ്ട്. അവിടെ ഫോട്ടോ ഇല്ല, അവിടെ തിന്മയില്ല, പബ്ലിസിറ്റി ഇല്ല, കഷ്ടപ്പാടുകൾ, ജോലി മാറ്റി വെച്ചിട്ട് എല്ലാം മറന്നിട്ട് ഓടിയെത്തുന്നു ആ പൊന്നു ചെറുപ്പക്കാർ. ഇവിടെ ഖബർ കുഴിച്ച് മനോഹരമായി പുഞ്ചിരിയോടെ അവർ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ കൽബ് പൊട്ടുന്നു. എന്തൊരു സന്തോഷമാണ്. കട്ടപ്പാടോടെ ഖബർ കുഴിച്ചതിന്റെ ക്ഷീണം അവരുടെ മുഖത്ത് കാണാനില്ല. യാ അല്ലാഹ്, ആ ഖബർ കുഴിക്കാൻ കൂടുന്ന വിഖായയുടെ വളണ്ടിയർമാർ, അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധ മക്കത്തും മദീനത്തും പോയപ്പോ അവിടെ വിഖായയുടെ പ്രവർത്തകരുടെ ആ ഒരു അത്ഭുതകരമായ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ലോകത്തിന്റെ നാനാദിക്കുകളില് വയനാട് ദുരന്തം വന്നപ്പോ ജീവൻ പണയം വെച്ചവിടെ കൂടിയ നൂറുകണക്കിന് വിഖായയുടെ പ്രവർത്തകർ, അല്ലാ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിന് നന്മ ചെയ്യാൻ നമ്മുടെ SKSSFന്റെ മക്കൾക്ക് വിഖായയുടെ പ്രവർത്തകർ
പ്രവർത്തകർക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അവരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ. ഇവിടെ പള്ളിയുടെ മുറ്റം സന്തോഷമാക്കാൻ, ഒന്ന് വൃത്തിയാക്കാൻ, ഒന്ന് മനോഹരമാക്കാൻ. പൊന്നുമുമ്മിനെ, ഞാനും നിങ്ങളും ഈ ഖബർസ്ഥാനിലല്ലേ കിടക്കുക. ആ കിടക്കുമ്പോ അപ്പുറത്ത് നിങ്ങൾ കൊടുത്ത ചെലവില് ഞാൻ പ്രവാസി സുഹൃത്തുക്കളോട്, സൗദി അറേബ്യ, ഖത്തർ, UAE കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞു, എത്ര കാലക്കാലം പള്ളിയുടെ 3ാമത്തെ നിലയിൽ ആ കെട്ടിടമുണ്ടോ, നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മക്കും ബാപ്പക്കും ഭാര്യ മക്കൾക്കും ഇതിന്റെ പ്രതിഫലം പറയാതെ ദ്വാരക്കാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തടയാ ഒരാൾക്കും സാധ്യമല്ല. അതുപോലൊരു ജാരിയായ സദഖ നമ്മുടെ പള്ളിയുടെ മുറ്റം മനോഹരമാക്കാൻ, നമ്മുടെ പള്ളിയുടെ പരിസരം വൃത്തിയാക്കാൻ നല്ല ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന്റെ ഇന്റർലോക്ക് ആവശ്യമുണ്ട്. പള്ളിയുടെ പരിസരം നന്നാകണം. പഴയതില്ലേ ഉണ്ട്, ആ പഴയതെടുത്തിട്ട് അപ്പുറം മജ്‌ലിസ് നൂറിന്റെ പന്തലിലേക്ക് ഇടാൻ. പള്ളിയുടെ മുന്നില് നമ്മുടെ വീട്ടിന്റെ മുറ്റം എന്ത് അലങ്കാരമാണ്, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എന്ത് അലങ്കാരമാണ്, നമ്മുടെ വീട്ടിന്റെ മുറ്റം എന്ത് വൃത്തിയാണ്, എന്തൊരു മനോഹരമായ ഗാർഡനുകളാണ്. വേണ്ടാണെന്നല്ല പറയുന്നത്. അങ്ങനെ ഓരോ വീടുകളും അത്ഭുതമായിട്ട് പള്ളിയുടെ പരിസരത്ത് അത് വൃത്തിയില്ലായ്മ, ഒരു കാണുമ്പോ അറുപ്പും വെറുപ്പും തോന്നുന്ന ആ ഒരു രൂപത്തിലായതൊക്കെ ഒന്ന് മാറ്റം വരുത്തി ഒക്കെ മനോഹരമാക്കണം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കഴിവുള്ള ആരെങ്കിലും അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉമ്മയുടെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പായുടെ പേരിൽ തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ദുആക്കുത്തരുള്ള മഹാനാണ്. ആരെങ്കിലും മരിച്ചുപോയ ഉമ്മയെയോ ഉപ്പയെയോ ഓർത്തിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലോ വൈയക്തികമായിട്ടോ, ഇത് അരിക്ക് വേണ്ടിയല്ല, ഇത് SKSFർക്കല്ല, ഇത് നമ്മുടെ മനോഹരമായ മുഹീദ്ദീൻ പള്ളിയുടെ മുറ്റത്ത് ഈ കിടക്കുന്ന കബറാളികളെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും കിടക്കുമ്പോ അവിടെ ചവിട്ടി വരുന്നവർ, അവിടെ ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തോളം പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മയിൽ, ഒരു ജാരിയായ സദഖയിൽ കൂറുകൂടാൻ അവസരമാണ്. എവിടെയോ കൊടുക്കാൻ അതിനെക്കാട്ടിയും പ്രതിഫലമാണ് നമ്മുടെ പള്ളിമുറ്റത്ത്. ഉമ്മ കിടക്കുന്ന ഇടത്ത്, ഉപ്പ കിടക്കുന്ന ഇടത്ത്, കുടുംബങ്ങൾ കിടക്കുന്ന ഇടത്ത് അവരൊന്ന് ആശ്വസിക്കാൻ, അവർക്ക് സന്തോഷമാകാൻ, അവർക്ക് ഐശ്വര്യമാകാൻ ഒരു 500 സ്ക്വയർ ഫീറ്റ് വലിയ വിഷയമല്ലല്ലോ. ഒരു ബോഡി ചെക്കപ്പും കഴിഞ്ഞിറങ്ങുമ്പോ 10, 20, 25, 50 ഒക്കെ ആകുമ്പോ യാ അല്ലാ, ഇത് ഏറ്റെടുക്കുന്നവർ അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മനോഹരമായ സദസ്സിൽ അല്ല ഏതെങ്കിലും ഒരാൾ ഒരു ഏകദേശം 10-30 ചിലരൊക്കെ വരുന്നു വിചാരിക്കുന്ന 500 സ്ക്വയർ ഫീറ്റിൽ എത്രയാണെന്നൊക്കെ സംഘാടകരോട് ചോദിക്കുക. ഒരു 500 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് അതൊന്ന് മനോഹരമാക്കാൻ പണിയാകുമ്പോൾ കൊടുത്താൽ മതി, ഇന്നൊന്നും കൊടുക്കണമെന്നില്ല. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കുടുംബപരമായോ മറ്റോ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 500 സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്താണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ അല്ലേ. അള്ളാന്റെ വീട്ടിന്റെ മുറ്റത്തിടാൻ ആളില്ലേ അല്ലേ. നമ്മുടെ വീടിന്റെ മുറ്റമാണെങ്കിൽ, നമ്മുടെ വീട്ടില് കല്യാണാണെങ്കിൽ, നമ്മുടെ വീട്ടില് പ്രോഗ്രാം ആണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ രോഗം ഒക്കെ ചെലവഴിക്കാനുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് അള്ളാഹു അല്ലേ നിങ്ങൾക്ക് തന്നത്, ചോദിക്കുന്നത് എനിക്കല്ല. അള്ളാന്റെ ഭവനത്തിന്റെ മുറ്റത്തേക്കാ, റബ്ബിന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാ, അള്ളാന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പറയണം. അല്ലാ ഏറ്റെടുക്കുന്നവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണം അല്ലാ. ആരെങ്കിലും ഉണ്ടാ ഒരു 500 സ്ക്വയർ ഫീറ്റ്? സംഘാടകർ ഒന്ന് പെട്ടെന്നൊന്ന് നോക്കി. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കുടുംബപരമായിട്ടോ വൈയക്തികമായിട്ടോ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഇന്റർലോക്ക് ഇടുന്ന സമയത്ത് അത് കൊടുത്താൽ മതിയാകും. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഒരു 500 സ്ക്വയർ ഫീറ്റ് ബന്ധപ്പെട്ട ഗസ്റ്റുകളെയും മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക. ആരെങ്കിലും ഒരു 500 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയവർ, മനസ്സ് കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറ. പക്ഷെ അത് 500 സ്ക്വയർ ഫീറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. അള്ളാഹു തആല അനുഗ്രഹിച്ചാൽ നമ്മുടെ പള്ളിയുടെ മുറ്റത്തിട്ടത് എവിടെയും പോവില്ല. അത് അള്ളാഹു തിരിച്ചു തരുന്ന ചെയ്യും. അള്ളാഹു അത് പരിഹാരമായിട്ടോ
ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവലായിട്ടോ രോഗങ്ങൾക്കുള്ള ശിഫ ആയിട്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു തരാതിരിക്കില്ല. ആരെങ്കിലും നല്ല മനസ്സുള്ള ആരെങ്കിലും ഒരു 500 സ്ക്വയർ ഫീറ്റ് കുടുംബങ്ങൾ ചേർന്ന് സഹോദരങ്ങൾ ചേർന്ന് ആരെങ്കിലും ചേർന്ന് എങ്ങനെയാണെങ്കിലും വിരോധമില്ല. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ദുആ ചെയ്തിട്ട് പിരിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഒരു 500 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയവർ നമ്മുടെ നാട്ടിൽ ആരുമില്ല? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഓരോന്ന് ചെറിയതൊക്കെ ചോദിച്ച് സമയം വൈകിപ്പിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഉള്ള ആളുകൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പള്ളിക്ക് വേണ്ടി ഒക്കെ കൊടുത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് തിരിച്ചു തരാതിരിക്കില്ല. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യാതിരിക്കില്ല. ഒരു 500 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സംഘാടകർ ഒന്ന് പെട്ടെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത് കഴിയുന്നില്ലെങ്കിൽ 400 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും മിണ്ടാതിരുന്നാ നടക്കൂല. ആരെങ്കിലും ഇന്ന് തുടങ്ങി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പൂർത്തിയാകും. ഇല്ല എന്നാ ഒരു 313 സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ബദരീങ്ങളെ കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഏറ്റെടുക്കുന്നവർക്ക് അള്ളാഹു നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു 313 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയ ആരെങ്കിലും നമ്മുടെ നേതാക്കളിലോ ഗസ്റ്റുകളിലോ മറ്റൊക്കെ ഉള്ളവർ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസിഡന്റ് ഇബ്രാഹിം അറക്കൽ അവരുകൾ 313 സ്ക്വയർ ഫീറ്റ് എടുത്ത് അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും ഭാര്യ മക്കൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അതിന്റെ സന്തോഷം എത്തിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മനോഹരമായ സ്കൂള് നമ്മുടെ പരിസരത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. മമ്മാട്ടിമ്മ ട്രസ്റ്റ് ഒക്കെ വളരെ മനോഹരമായി അവരോട് ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടുവരുന്നു. യാ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഇബ്രാഹിച്ചാക്കും ഭാര്യ മക്കൾക്കും കുടുംബത്തിനും ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ട്? 313 കുടുംബപരമായിട്ട് ഏറ്റെടുക്കുക, സഹോദരങ്ങൾ ഏറ്റെടുക്കുക, ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളെ ഏറ്റെടുക്കുക. ഒരു 313 സ്ക്വയർ ഫീറ്റ് അല്ലാഹു അതൊന്നും വെറുതെ ആക്കൂല. നമ്മുടെ പള്ളിക്ക് മുറ്റത്താണ്. നമ്മുടെ മജീദ് കുഞ്ഞാത്ത് വിളിക്കപ്പെടുന്ന മജീദ് അവരുകൾ. എന്താ കുഞ്ഞാത്ത്? അങ്ങനെ അത് വിളിക്കല്. മജീദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. എല്ലാത്തിലും ഉസ്താദന്മാർക്കും കാര്യത്തിനൊക്കെ സഹായിക്കുന്ന വ്യക്തിയാണ്. 313 സ്ക്വയർ ഫീറ്റ് അല്ലാഹു നീ കബൂലാക്കണം അല്ലാഹ്. അദ്ദേഹത്തെയും ഭാര്യ മക്കളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാത്തിലും സഹായിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിലും ഭാര്യ മക്കളിലും വീട്ടിലും കുടുംബത്തിലും റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവർക്ക് വേണ്ടി ഒക്കെ തങ്ങൾ പാപമൊക്കെ വേണ്ടി ദുആ ചെയ്തു തരും. ഇതൊന്നും വെറുതെ ആകൂല. നമ്മുടെ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അവരുടെ ജ്യേഷ്ഠൻ ബാവ ഹാജി അല്ലെ, അതുപോലെ കായിഞ്ച, അതുപോലെ ഉസ്മാൻ അനിഫ് അവരൊക്കെ അടങ്ങുന്ന ആ കുടുംബം, മരിച്ചുപോയ ഉമ്മയുടെയും ഉപ്പയുടെയും അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് കായിഞ്ച അവരുടെ ഭാര്യയുടെയും മറ്റും എല്ലാവരുടെയും പേരിൽ 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഈ കാര്യം അവർ ഏറ്റെടുത്തു. 500 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞപ്പോ അവർ അത് മനോഹരമായി ഏറ്റെടുത്തു. യാ അല്ലാഹ് നീ കബൂലാക്കല്ലാഹ്. നീ സ്വീകരിക്കുക അല്ലാഹ്. ആ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ ഭാര്യ മക്കൾക്കും അവരുടെ പേരമക്കൾക്കും എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ അവരുടെ ഉപ്പ ഉമ്മ അതുപോലെ പള്ളിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സേവനം ചെയ്തവരാണ് ഉപ്പ അല്ലെ, പള്ളിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഖിദ്മത്ത് ചെയ്തവരാണ് അവരുടെയൊക്കെ ഉപ്പ. അല്ലാഹു യാ ഉപ്പാക്ക് ആ ഉമ്മാക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണം അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. റാഹത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. SMS ആദമും മുല്ലാപ്പള്ളി ഗാർഡൻ അതിലുള്ള എത്ര 500 SMS ആദം മുല്ലപ്പള്ളി ഗാർഡൻ അവരൊക്കെ എല്ലാം ചേർന്നിട്ട് 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്.
റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകണേ അല്ലാ, സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ, റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവരാരാണ്, അവർ എന്താണ്, അവരിൽ ജീവിച്ചിരിപ്പുള്ളവരാരാണ്, മരിച്ചവരാരാണ് നിനക്കറിയാലോ. നീ കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ കൂട്ടായ്മയിലെ എല്ലാ മുത്തുമുമ്മിനീങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. അവരിൽ നിന്ന് മരിച്ചുപോയവരെ നീ കാക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ളവർക്ക് ഖൈർ നൽകണേ അല്ലാ. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. SMS ആദം അത് പറയാ, എല്ലാം ഒരുമിച്ചാണ്. അല്ലാഹു അവരിലും കച്ചവടത്തിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മുതഅല്ലിമീങ്ങൾക്കും കാര്യത്തിനൊക്കെ സഹായിക്കുന്നവരാണ്, ചോദിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുതരുന്നവരാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണം അല്ലാ. ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നേരത്തെ 5000 രൂപ തിരിച്ചോട്ട്. ഇനി ആരെങ്കിലും ഒരു 313 സ്ക്വയർ ഫീറ്റ് ഏതെങ്കിലും ഒരു കുടുംബം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ദുആക്ക് അവർക്ക് തങ്ങൾ നടത്തും. നമ്മൾ ഈ കൂടിയത് നമ്മളാവുന്ന കാര്യം പൂർത്തിയായിട്ട് കിട്ടണം ഇൻഷാ അല്ലാഹ്. കൂട്ടായ്മയോ സുഹൃത്തുക്കളോ കൂടിയിട്ട് ഒരു 313 ഒരു 200 സ്ക്വയർ ഫീറ്റ്, ചെറിയ പൈസയാണ്. ഒരു 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയാൽ അൽഹംദുലില്ലാഹ് ഒരു 14,000 രൂപയൊക്കെ കൂടി, ഏറെ കുറവ് അറിയില്ല. സംഘാടകരുടെ ആ സമയത്ത് ചോദിച്ചിട്ട് നമ്മുടെ ഗാന്ധിനഗർ അലിക്കുഞ്ഞ അല്ലെ 200 സ്ക്വയർ ഫീറ്റ് എന്തിനു ചോദിക്കുമ്പോഴും നല്ലൊരു ആവേശത്തോടെ എടുത്തിരുന്ന വ്യക്തിയാണ്. അലിയാർ തങ്ങളെ ബറക്കത്തുകൊണ്ട് റഹ്മത്തും കൊണ്ട് അവരെ നീ കാക്കണേ അല്ലാ. ഭാര്യ മക്കളിൽ ഖൈർ നൽകണേ അല്ലാ, റഹ്മത്തും ബറക്കത്തും നൽകുക അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണം അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. 200 സ്ക്വയർ ഫീറ്റ് പറയാ, 200 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഗൗരവാധ്യക്ഷർ പൊടിയാജി അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പൊടിയാജിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അവിടുത്തെ ഭാര്യ മക്കളിൽ ഖൈർ നൽകണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകണം അല്ലാ. റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണം അല്ലാ. ഇനി ആരുണ്ട് 200 സ്ക്വയർ ഫീറ്റ് കുടുംബപരമായിട്ട് മറ്റും 200, 300, 500 എത്രയും പറയാ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. മരിച്ച ഉമ്മയുടെ ബാപ്പാക്ക് ആഫിയത്തിനും മരിച്ച ഉമ്മാക്കും ഒക്കെ കൂടിയിട്ട് നമ്മുടെ കട്ട ഫാമിലി ഹഫീസ് അടങ്ങുന്ന ഇവര് അല്ലെ, അവരുടെ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ സഹോദരങ്ങൾ എല്ലാരും ചേർന്നിട്ട് ആ കുടുംബം എല്ലാരും സഹോദരങ്ങളും ഹഫീസ് അടങ്ങുന്ന എല്ലാരും ചേർന്നിട്ട് 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആ മരിച്ചുപോയ ഉമ്മാന്റെ ഖബറിലേക്ക് ഈ സമയം തന്നെ എത്തിച്ചു കൊടുക്കല്ലാ. ആ ഉപ്പാക്ക് എപ്പോൾ ചോദിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഉപ്പയാണ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ. ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ക്ഷീരണ് ചോദിക്കുമ്പോഴും അവർ തരുന്നു, എല്ലാത്തിലും സഹായിക്കുന്നു. അല്ലാ നീ കബൂലാക്കല്ലാ, സ്വീകരിക്കുക അല്ലാ, റഹ്മത്തും ബറക്കത്തും നൽകുക അല്ലാ, സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി തരണമല്ലാ. പറയാ പെട്ടെന്ന് ഇൻഷാ അല്ലാ. ഉണ്ടാ ആരെങ്കിലും ഉണ്ടാ? 200, 300, 500, 100 ഒക്കെ പറ്റും. പെണ്ണുങ്ങളെ ഭാഗത്തും ഉണ്ടാവും ഇൻഷാ അല്ലാ. പെണ്ണുങ്ങളെ ഭാഗത്ത് വളണ്ടറിമാരായിട്ടുള്ള ശരീഅത്തിന്റെ മക്കളൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളെ പേരുകൾ ദുആക്ക് ഉത്തരമുള്ള തങ്ങളാണ്, വലിയ മഹത്വമുള്ള തങ്ങളാണ്. തങ്ങളുടെ ദുആ കിട്ടും. പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന കാലത്തോളം മുറിയാടെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. യാ അല്ലാ നീ ഖൈർ നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ. ഗുഡ ഫാമിലി നേരത്തെ സംഷീർ അവരുകൾ ഇവിടെ ഒരു 10,000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയ ഉപ്പയുടെയും അതുപോലെ
സഹോദരന്റെയും എല്ലാവരുടെയും കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടിയും ഒരു 10,000 രൂപ സംശീർ അവர்கள் നേരത്തെ പരിപാടിക്ക് മുമ്പ് തന്നെ വന്ന് തുടക്കം കുറിച്ച് ബിസ്മില്ലാ എന്റെ ബോണി ക്രിക്കറ്റ് ഉസ്താദ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ ബറക്കത്തായി 10,000 രൂപ ആദ്യം നേരത്തെ തന്നെ വന്ന് റൂമിൽ വന്ന് തന്നിട്ട് ഉസ്താദ് ദ്വാരക്കുമ്പോൾ കൂട്ടിയാൽ മതി മരിച്ചുപോയവർക്ക്. ഇനി ബാക്കിയുള്ളവർ സഹോദരങ്ങൾ പിന്നെയും ഒരു 10,000 രൂപ, അങ്ങനെ 20,000 രൂപ വാഗ്ദാനമല്ല 2 പൈസയും ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ മരിച്ചുപോയ മർഹൂം ഗുഡ് ഹമീദാക്ക മകൻ ഹാരിസ്, അല്ലാഹുവേ രണ്ടാളുടെയും ഖബറിലേക്ക് ഇതിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണം അല്ലാ. റഹ്മത്തും റാഹത്ത് ഏകദേശം 300 സ്ക്വയർ ഫീറ്റിനോട് അടുത്ത് വരുന്നു. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹു 20,000 രൂപ അൽഹംദുലില്ലാ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ദർസിന് പാവങ്ങൾക്ക് മറ്റുള്ള എല്ലാത്തിനും സഹായിക്കുന്ന കുടുംബമാണ്. അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഉപ്പാക്കും സഹോദരനും ഖൈർ നൽകണേ അല്ലാ. ആ സഹോദരങ്ങൾക്കും അവരുടെ ഉമ്മാക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യമാരിൽ മക്കളിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഹാരിസിന്റെയും ഭാര്യ മക്കളിൽ നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാ. നമ്മുടെ തേങ്ങ ഉഞ്ഞാക്കയുടെ സഹോദരൻ പുത്തുച്ച 200 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. മരിച്ചുപോയ പുത്തുച്ചയുടെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കല്ലാ. ആ ഉമ്മ നല്ല ആലിമീങ്ങളെ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് ആടൊക്കെ എടുത്തിട്ട് പോറ്റുന്നുണ്ട്. അല്ലാഹു ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ. പുത്തുച്ചാക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ അവരുടെ മക്കൾക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കണം അല്ലാ. റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകണം അല്ലാ. ശരി. മരിച്ചുപോയ അറക്കൽ സൂഫി അവരുടെയും ഇന്ന് അപകടത്തിൽ ചാർമാടിയിൽ മരിച്ചുപോയ ഷെരീഫ് അവരുടെയും പേരിൽ 200 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാ. സൂഫിയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരിച്ചുപോയ ഷെരീഫ് എന്ന് പറയുന്ന വലിയൊരു ത്യാഗമായി ബേട്ടി ബച്ചാവോ അല്ലെ ഒരു സബ്ജക്റ്റുമായി നടന്ന് നീങ്ങി. എന്താണ് അല്ലാഹു ആലം, എന്ത് അപകടമാണ്, ഏതാണ് സത്യാവസ്ഥ അല്ലാഹു ആലം. എല്ലാത്തിലും സംശയാസ്പദമാണ് ഇന്നെല്ലാം. അല്ലാഹു ഈ സമുദായത്തിന് ഇജ്ജത്തിലാക്കി കൊടുക്കട്ടെ. റേപ്പ് കേസുകൾ വർദ്ധിക്കുമ്പോ സമുദായത്തിന്റെയും അല്ലാത്തെയും ഇന്ത്യ മഹാരാജ്യത്തെ പെൺമക്കൾക്ക് കാവലുണ്ടാകണമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച സഹോദരങ്ങൾ പോലും നമ്മൾ സംശയാസ്പദമായി സംശയിക്കേണ്ടതുണ്ട്. അല്ല അല്ലാഹു റസൂലുഹു അലം. അല്ലാഹു അലം. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അടുത്താണ് ഒരു പൊന്നുമോന് സിനാൻ, ഒരു പൊന്നുമോന് മരിച്ചുപോയത് അപകടത്തിൽ. അല്ലാഹു ആ കുടുംബത്തിന് നീ ഖൈർ നൽകണേ അല്ലാ. ഷെരീഫിന്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണം അല്ലാ. റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണം അല്ലാ. ഇത് നവാസ് അറക്കൽ, അഡ്വക്കേറ്റ് നവാസ് അറക്കലാണ് ഈ 200 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തത്. അദ്ദേഹവും ഭാര്യയും കുഞ്ഞും ഉംറയൊക്കെ കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അല്ലാഹുരുടെ ഉംറകൾ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. യാ അല്ലാ നവാസിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ലാ. പോകുന്നതിന് മുമ്പ് മുത്തഅല്ലിമീങ്ങൾക്ക് ഏറ്റെടുത്തതൊക്കെ തന്നിട്ട് പോയ നല്ലൊരു ചെറുപ്പക്കാരൻ. അല്ലാഹുവിനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന് നീ സന്തോഷം നൽകണം അല്ലാ. എഡ്യൂക്കേഷന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത സൗമ്യ സ്വഭാവക്കാരനാണ്. അല്ലാഹുവിനെ റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണം അല്ലാ. സലാമത്തും സന്തോഷവും നൽകണം അല്ലാ. അതുപോലെ നമ്മുടെ ഖജാൻജി കൊളിതടി ഇസ്മായിൽ എല്ലാത്തിനും ഇവിടെ ഓടിച്ചാടി നടന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്ക് റമളാനിലും അല്ലാത്തപ്പോഴൊക്കെ ആയിരങ്ങളും ലക്ഷങ്ങളും പിരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഇസ്മായിൽ നേരത്തെ തന്നെ വന്നിട്ട് എന്റെ കയ്യിൽ 5000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു ഇസ്മായിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ നീ ഖൈറിലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ ഖിദ്മത്തുകൾ സ്വീകരിക്കണം അല്ലാ. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റിക്കൊടുക്കണം അല്ലാ. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ പെങ്ങന്മാർ, അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരെയും നീ രക്ഷപ്പെടുത്തണം അല്ലാ. അദ്ദേഹത്തിന്റെ ജോലിയിൽ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. അതുപോലെ നമ്മുടെ ലത്തീഫാക്ക മരിച്ചുപോയ കട്ട ഉഞ്ഞാക്കാന്റെ പേരിലും മാതാപിതാക്കൾക്ക് ആഫിയത്തിനും കുടുംബത്തിൽ സന്തോഷത്തിനൊക്കെ ദ്വാരക്കാൻ 5000 രൂപ അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാ. സദഖ സ്വീകരിക്കണേ അല്ലാ. ആ മരിച്ചുപോയ മനുഷ്യന്റെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ അല്ലാ. ലത്തീഫാക്കും മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ.
അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അഡ്ഡൂർ ഹാജി അവറുകൾ 3000 രൂപ നേരത്തെ തന്നെ കൊടുത്തയച്ചിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉസ്താദന്മാർക്ക് മുതഅല്ലിമീങ്ങൾക്ക് ചോദിക്കാതെ ഇടക്കിടക്ക് സഹായിക്കുന്ന നല്ലൊരു ഒരുപാട് ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലുന്ന മനുഷ്യനാണ്. ജുമാക്ക് നേരത്തെ വരുന്ന ആളാണ്. അള്ളാഹുവിനെ അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഭാര്യ മക്കളിൽ കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരിലെല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാ. ഉർപ്പള്ളിക്കുട്ട ഉസ്മാൻ മരിച്ചു പോയ ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും വേണ്ടി, ഉമ്മാക്ക് ആഫിയത്തിന് വേണ്ടി ഉസ്മാന് നേരത്തെ അതേയാളല്ലേ നമ്മളുടെ ഒരു പീഠം ദർസുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ആ പീഠം അതിന്റെ പകുതി ചെലവ് അദ്ദേഹം ഏറ്റെടുത്ത്, ഞാൻ ചോദിക്കാതെ തന്നെ അത് എന്റെ വകയിരിക്കട്ടെ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ടല്ല, അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഏകദേശം 5500-6000 രൂപയോളം വരുന്ന ആ സംഖ്യ നേരത്തെ തന്നെ ഇവിടെ ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് നമ്മുടെ ദർസിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗ പീഠം അതിന്റെ പകുതി പൈസ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇപ്പോ 200 സ്ക്വയർ ഫീറ്റും അദ്ദേഹം ഏറ്റെടുത്തു. അല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാവലേകണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ചിബിദ്ര പള്ളിയിലേക്കും ഇതുപോലത്തെ നല്ല വീടൊക്കെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആ നന്മയുടെ മനസ്സിൽ റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മരിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ആ ഉസ്മാനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. എച്ച് എ ബ്രദേഴ്സ് നമ്മുടെ SKSFന്റെ പ്രസിഡന്റ് ഷെരീഫ് അടങ്ങുന്ന റഷീദ്, സാജിദ്, പിന്നെ ഒരാളുണ്ടല്ലോ അഷറഫ്, അവരൊക്കെ ചേർന്നിട്ട് 250 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മത്തും മരിച്ചുപോയ എച്ച് എ ഹമീദാക്ക് അവരുടെ ഉപ്പയുടെ പേരിൽ ഉമ്മാക്ക് ആഫിയത്തിന് വേണ്ടി, അഷറഫ് സഹോദരൻ അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ കച്ചവടത്തിൽ ബറക്കത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. വിദേശത്തുള്ള റഷീദിനും ഹാജിക്കും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ ഉമ്മ നമ്മുടെ കൂടെ ഹജ്ജിന് വന്ന ഉമ്മയാണ്. അല്ലാഹു ആ ഉമ്മാന്റെ ഹജ്ജ്, റഷീദിന്റെ ഭാര്യയുടെ ഹജ്ജ് എല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. ആ മരിച്ചുപോയ ആ എച്ച് ബ്രദർസുകളുടെ ഉപ്പ അമിതാക്കാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സമയം തന്നെ ആ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണം അല്ലാഹ്. അതുപോലെ നമ്മുടെ ഇല്യാസാക്ക അല്ലെ, പ്രസിഡന്റ് നമ്മുടെ ഇല്യാസാക്ക നമ്മുടെ എല്ലാ കാര്യത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന SSന്റെ പ്രസിഡന്റാണ്. ഇല്യാസാക്ക 5000 രൂപ അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഭാര്യ മക്കളിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അബ്ദു കളസ 5000 രൂപ ഇന്ന് മരിച്ചുപോയ ഷെരീഫിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അബു കളസ എല്ലാത്തിലും സഹായിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഏത് 20000 രൂപ തന്നു, ഒരു ദിവസത്തെ ഭക്ഷണം തന്നു. ഇന്നലെ വന്ന് രണ്ടാമത് ചോദിക്കുന്നു, എന്നൊരു ദിവസം ബിരിയാണി കൊടുക്കണം, എപ്പോ ഉസ്താദ് ഒഴിവുള്ള. അങ്ങനെ മുതഅല്ലിമീങ്ങളോട് മറ്റൊക്കെ കൂർ കാണിക്കുന്ന അബു കളസ, അല്ലാഹു നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അബുകളസ് എത്ര സ്ക്വയർ ഫീറ്റ്? 5000 രൂപ അല്ലെ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഗുഡന്റെ 20000 രൂപയും ഇസ്മായിലാക്കാന്റെ 5000 രൂപയും അഡ്ഡൂറാജിന്റെ 3000 രൂപയിലുണ്ട്. നമ്മുടെ വൈസ് പ്രസിഡന്റ് മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ 10000 ഉറുപ്പിക അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഷിദിന്റെ അവിടുത്തെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഭാര്യ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. ആ മരിച്ചുപോയ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും നൽകുക അല്ലാഹ്. ഖൈറും റാഹത്തും നൽകണം അല്ലാഹ്. സന്തോഷത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം അല്ലാഹ്. പെട്ടെന്ന് 100 സ്ക്വയർ ഫീറ്റോ 50 സ്ക്വയർ ഫീറ്റോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, കുറെ വൈകിക്കുന്നില്ല, സംഘാടകർ ഒന്ന് എല്ലാരെയും ഒന്ന് പെട്ടെന്ന് എല്ലാരെയും കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങളവർ ദ്വാജക്കും അതിന് മുമ്പായിട്ട് 100, 200, 50 എത്ര കഴിയുന്നു ഒരു ചെറിയ ഒന്നുമില്ലെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും നിങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഒരു നന്മയിൽ കൂടണം. ഇത് നാളേക്കുള്ള നന്മക്കുള്ള ഒരു സന്തോഷത്തിന്